പ്രിയപ്പെട്ടവരെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് കരിമന്നൂർ. കരിമന്നൂർ സഹകരണ ബാങ്കും സഹകരണ ബാങ്കിലുണ്ടായിട്ടുള്ള റെയ്ഡും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിൽ കരിമന്നൂർ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിൽ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ, VS സുനിൽകുമാർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഏവരെയും ഞെട്ടിച്ചു. 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് ഇരിഞ്ഞാലക്കുടയിലെ ഇപ്പോഴത്തെ സാധ്യതകൾ? ആരൊക്കെയായിരിക്കും മത്സരിക്കുന്നത്? ഏവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിൻ്റെ നിയോജക മണ്ഡലമാണ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ 2001 മുതൽ 2016 വരെ ജയിച്ച കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടനെ പരാജയപ്പെടുത്തിയാണ് ബിന്ദു ഇക്കുറി നിയമസഭയിലെത്തിയത്. ചെറുപ്പകാലം മുതൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇരിഞ്ഞാലക്കുട മണ്ഡലം കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചു മേടിക്കാൻ പോകുന്നു. ഇക്കുറി എന്താകും സംഭവിക്കുക? PIMനെ സംബന്ധിച്ചിടത്തോളം ഇരിഞ്ഞാലക്കുടയിൽ ബിന്ദു തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. കാരണം അവരെ സംബന്ധിച്ചോളം ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയൊരു വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മാത്രവുമല്ല, ബിന്ദു 4 വർഷത്തോളമായി ജനങ്ങൾക്കിടയിൽ സുപരിചിതയാണ്. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് എക്സ്പ്രസിൻ്റെ ചീഫ് എഡിറ്ററായുള്ള ഡേവിസ് കണ്ണനായ്ക്കൽ സാറാണ്. ഇരിഞ്ഞാലക്കുട UDF കേരള കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കാൻ സാധ്യത. ഇതുപോലുള്ള ചർച്ചകൾ വല്ലതും നടക്കുന്നുണ്ടോ? കാരണം ആ സീറ്റ് തോമസ് ഉണ്ണിയാടൻ എന്ന് പറഞ്ഞ ഒരു സീനിയർ നേതാവാണ്. KM മണിയോട് ഒപ്പം ഉറച്ചു നിന്നിരുന്ന അദ്ദേഹം അവസാന ഘട്ടത്തിലാണ് യാദൃച്ഛികമായിട്ട് ജോസഫിൻ്റെ ഒപ്പം ചേർന്നത്. അങ്ങനെ ചേരുമ്പോൾ അതിൻ്റെ ഒരു കണക്കുകൂട്ടല് തീർച്ചയായിട്ടും ആ സീറ്റ് CPI ഒരു മുന്നണിയിൽ, CPMൻ്റെ ഒരു മുന്നണിയിൽ വന്ന ആ സീറ്റ് എന്തായാലും CPMൻ്റെ സീറ്റാണ്. അത് മത്സരിക്കാൻ കിട്ടാനുള്ള സാധ്യത വളരെ അപൂർവമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ണിയാടൻ തന്നെയായിരിക്കും. അതായത് കോൺഗ്രസിന് പറയുന്ന പോലെ ചർച്ചയൊന്നും നടക്കുന്നില്ല. അടുത്ത പ്രാവശ്യം ഉണ്ണിയാടൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് തന്നെയായിരിക്കും. ചർച്ച നടന്നാൽ തന്നെ ഒരു മാറ്റി നിർത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയല്ല കേരള കോൺഗ്രസ്. അപ്പൊ ഏറെക്കുറെ ഉണ്ണിയാടനും ബിന്ദു മന്ത്രി തന്നെയായിരിക്കും മത്സരം. മത്സരത്തിനുള്ള സാധ്യത എന്തായിരിക്കും അവിടെ ഒരു UDFന്റെ? സ്വാഭാവികമായിട്ടും ഉണ്ണിയാടൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അവസ്ഥ മാറ്റാനുള്ള ഒരു സാഹചര്യമൊന്നും അവിടെ പുതുതായിട്ട് ഉണ്ടായി വന്നിട്ടില്ല. അതുമല്ല, നല്ലോണം നിയോജകമണ്ഡലത്തെ ശ്രദ്ധിച്ച് ഉള്ള പ്രവർത്തനം മന്ത്രി ശ്രീമതി ബിന്ദുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതും നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ അത്ര എളുപ്പമല്ല ഒരു കരിമന്നൂർ ബാങ്ക് ആരോപണം കൊണ്ട് മാത്രം പെട്ടെന്ന്, അല്ലെങ്കിൽ പുറമെയുള്ളവർ പറയുന്ന പോലെ ഇരിഞ്ഞാലക്കുട പിടിച്ചെടുക്കുക. അത്ര സ്വാഭാവികമായിട്ട് ഒരു ബാങ്ക്, സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മാത്രം ഊന്നി ഒരു നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ മറിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഈ ജാതിയുടെ ഇക്വേഷൻസ് ഒക്കെ കടന്നു വരാം. അവിടെ SRP ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തവണ വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കെ നിലപാട് വെച്ച് വലിയ ആനുകൂല്യം കോൺഗ്രസിനോ UDFനോ ആ സമുദായത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ തൃശ്ശൂരിനെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല. തൃശ്ശൂരിനേക്കാൾ കൂടുതൽ കുറെ കൂടി. കാരണം മന്ത്രി എന്ന നിലയിൽ വളരെ ശ്രദ്ധാപൂർവം മണ്ഡലത്തെ കൈകാര്യം ചെയ്യുന്ന, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമീപനം ശ്രീമതി ബിന്ദുവിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് കാണാതിരുന്നുണ്ട്. അപ്പോൾ കടുത്ത വെല്ലുവിളി UDFന് ഉയർത്തുന്ന മണ്ഡലം തന്നെയായി ഇരിഞ്ഞാലക്കുട തുടരും എന്ന കാര്യം